ഇതിനു മുമ്പ് മിസ്റ്റർ ശിവ പറഞ്ഞ പോലെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. തിയേറ്ററിൽ തന്നെ കാണുന്ന ഒരു സിനിമയാണ്. കാര്യം ഞാൻ ഒരു സിനിമ തിയേറ്ററിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഏത് സിനിമയായാലും സിനിമ പല മീഡിയത്തിൽ ഇപ്പോൾ കാണാം. പക്ഷെ ഞങ്ങൾക്ക് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണമെന്നൊരു വാശിയും കൂടെ ഉണ്ട്. മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമ മലൈക്കോട്ടെ വാലിബൻ. ഇത് കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു പഞ്ചാണ്, രോമാഞ്ചം എന്നൊക്കെ പറയും. അപ്പോൾ ഇറ്റ്സെൽഫ് നിങ്ങൾ രണ്ടുപേരും രണ്ട് ബ്രാൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ത്രൂ ഔട്ട് ഈ കരിയറിൽ. അത് പ്രേക്ഷകർക്ക് കൊടുക്കുന്നത് ഒരു വലിയ ഹൈപ്പാണ്. സോ പോസ്റ്ററിലും ആ ഹൈപ്പ് ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് അണിയറ പ്രവർത്തകരും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ സിനിമയിൽ അണിയറ പ്രവർത്തകർക്കുള്ളൊരു വലിയ വിശ്വാസമാണ് ഈ ഹൈപ്പ് ഇറ്റ്സെൽഫ് ക്രിയേറ്റ് അവർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് വലിയ പ്രതീക്ഷയിൽ വന്നിട്ട് പാളിപ്പോയ സിനിമകളിൽ പ്രേക്ഷകർ ഇത്ര ഹൈപ്പ് വിചാരിച്ചതാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്ക് ഇത്ര ഹൈപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഹൈപ്പിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതായത് ഈ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി, അപ്പോൾ നമ്മൾ ഓരോ ഇപ്പോൾ ഒരു പോസ്റ്റർ ഇറക്കുന്നു അല്ലെങ്കിൽ ഒരു ടീസർ ഇറക്കുന്നു, അപ്പോൾ അതിൻ്റെ ചുറ്റുപാടും ഉണ്ടാവുന്ന ആ സിനിമയെ സംബന്ധിച്ച ചർച്ചകളും അതിനെക്കുറിച്ചുള്ള ഹൈപ്പുമാണ് നിങ്ങൾ സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മളൊരു സിനിമ ഉണ്ടാക്കിയിട്ട് അതിനെക്കുറിച്ച് അതെങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ വെളിയിൽ വിടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് നോർമലി ഉണ്ടാവുന്ന ഹൈപ്പ് അതിന് ഞങ്ങൾ എത്ര തടഞ്ഞു വെച്ചാലും അതിന് ഉണ്ടാകും. അപ്പോൾ അത് ഓക്കെ, ഞങ്ങൾ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നാച്ചുറലി വരുന്ന ഒരു കാര്യമാണ്. അത് ഇതുപോലൊരു സിനിമയെ സംബന്ധിച്ച് ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം അതുപോലൊരു ഒരു തരത്തിൽ ആളുകൾ അതിലേക്ക് എത്തണം, തിയേറ്ററിലേക്ക് എത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അത് തന്നെയാണ് ആ ഹൈപ്പ്. അതോടൊപ്പം തന്നെ ഞാൻ അതിനൊരു മറുപടി പറഞ്ഞോട്ടെ. ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. മോഹൻലാലും ലിജോയും ചെയ്യുമ്പോൾ എന്താണ് പ്രോഡക്റ്റ് എന്നുള്ളത് ആ ഉത്തരവ് അതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഏത് അർത്ഥത്തിലാണ് അതിനെ വീക്ഷിക്കുന്നത് എന്നുള്ളത് വ്യത്യസ്തമാണ്. പക്ഷേ അതിൻ്റെ ആ രണ്ടുപേരുടെയും സ്ട്രെങ്ത് എന്താണെന്നും എല്ലാം അറിയാം. അതെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഇതിനു മുമ്പ് മിസ്റ്റർ ശിവ പറഞ്ഞ പോലെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. തിയേറ്ററിൽ തന്നെ കാണുന്ന ഒരു സിനിമയാണ്. കാര്യം ഞാൻ ഒരു സിനിമ തിയേറ്ററിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഏത് സിനിമയായാലും സിനിമ പല മീഡിയത്തിൽ ഇപ്പോൾ കാണാം. പക്ഷെ ഞങ്ങൾക്ക് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണമെന്നൊരു വാശിയും കൂടെ ഉണ്ട്. കാര്യം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വർഷം ഞങ്ങൾ കഷ്ടപ്പെട്ടത്, അല്ലേ? അത് നന്നാകാൻ സാധ്യതയുള്ളൊരു സിനിമ ആയതുകൊണ്ടാണ് അത്തരത്തിൽ വലിയൊരു ക്യാൻവാസിൽ അത്രയും ക്യാമറ വർക്കായാലും അതിൻ്റെ മ്യൂസിക് ആയാലും അതൊരു എക്സ്പീരിയൻസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പല ഒരു പ്രൊഡക്ഷൻ നടക്കുമ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ എല്ലാത്തിനും അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന സാധനമില്ലല്ലോ. അത് നന്നാകാം, മോശമാകാം. പക്ഷെ അത് ആദ്യം വരുമ്പം മോശം സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതാ വരുന്ന ഒരു നല്ല സിനിമ എന്ന് പറഞ്ഞേ ചെയ്യാൻ പറ്റുള്ളൂ. ആ സിനിമയുടെ ജാതകം പിന്നെ എന്തായി മാറും എന്നുള്ളതല്ല. പക്ഷെ ഇതിൽ നമ്മൾ വിശ്വസിക്കുന്ന ഇതിൽ ഞങ്ങൾ ഇതെല്ലാം നന്നായിട്ട് ചെയ്തു എന്നുള്ളതാണ്. കാര്യം ഇതിൻ്റെ ഒരു പോസിബിലിറ്റി അത്രയാണ്. നമുക്ക് ഇത് വേറെ ഭാഷകളിലൊക്കെ ഡബ് ചെയ്ത സമയത്ത് അവർക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്കൊക്കെ ഇങ്ങനെ ഒരു സിനിമ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉണ്ടായി എന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിലാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. ഇത് വലിയൊരു അവകാശവാദമൊന്നുമല്ല. നമ്മൾ വർക്ക് ചെയ്ത ഒരു ടെറയിലും കാര്യങ്ങളും അതിൻ്റെ മ്യൂസിക്കും നമ്മൾ കണ്ട സിനിമയും ഒക്കെ വരുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം തരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഹൈപ്പ്, പിന്നെ ഈ പ്രതീക്ഷ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രേക്ഷകന്റെ പ്രതീക്ഷ എന്താണെന്ന് അതൊരു അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. ആ ഒരു പ്രതീക്ഷയുടെ കുറച്ച് താഴെ ആയാൽ പോലും സഹിക്കും. അതിൽ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ അവർ സഹിക്കില്ല. പക്ഷെ ആ പ്രതീക്ഷ എന്താണെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷയിൽ ഈ സിനിമ നല്ല സിനിമയായിരിക്കും. അതുകൊണ്ട് മെസ്സേജ് ഇതാണ്: ഒരു മുൻവിധിയോടും കൂടി ഈ സിനിമയെ സമീപിക്കരുത്. തുറന്ന മനസ്സിൽ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസുമായിട്ട് നിങ്ങളെത്തുക. ഇവിടെയാണ് നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്, മന്ത്രിയായിരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് തോറ്റിരിക്കുന്നത്.